മന്ത്രി പി രാജീവിനെ വിമർശിച്ച് വി.ഡി. സതീശൻ. ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും വ്യവസായ മന്ത്രി പി രാജീവിനെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പാവപ്പെട്ടവർ ലോണെടുത്ത് തുടങ്ങിയ സംരംഭങ്ങളുടെ പേരിൽ മേനി നടിക്കുന്നത് അപഹാസ്യമാണെന്നും വ്യവസായ മന്ത്രി സ്വയം പരിഹാസപാത്രമാകരുതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടത്തിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും കടുപ്പിക്കുകയാണ്. 3 വർഷം കൊണ്ട് തുടങ്ങിയ 3 ലക്ഷം സംരംഭങ്ങളുടെ പൂർണ്ണ പട്ടിക പുറത്തുവിടണമെന്നാണ് ഇന്നും വി.ഡി. സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. CPM-നെ പോലെ വികസന വിരുദ്ധ നിലപാട് UDF സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരമുട്ടിയപ്പോൾ പ്രതിപക്ഷം വികസന വിരോധികളെന്ന വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും. കേരളത്തിന്റെ വികസനത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചത് CPM-ന്റെ തൻപോരുമയും നേതാക്കളുടെ ഈഗോയും തലതിരിഞ്ഞ രാഷ്ട്രീയ നിലപാടുകളുമാണെന്നതിന് തെളിവുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പി രാജീവ് വ്യവസായ മന്ത്രിയും ആയതിനു ശേഷമാണോ കേരളത്തിൽ പച്ചക്കറി കടയും പലചരക്ക് കടയും ബേക്കറിയും ബാർബർ ഷോപ്പും ഐസ്ക്രീം പാർലറും ജിമ്മും ഒക്കെ തുടങ്ങിയത്? ഇങ്ങനെയായിരുന്നു വി.ഡി. സതീശന്റെ ചോദ്യം. കോവിഡ് കാലത്ത് കബളിപ്പിച്ചതുപോലെ വ്യവസായ സംരംഭങ്ങളുടെ പേരിലും മലയാളികളെ കബളിപ്പിക്കാമെന്ന് സർക്കാർ കരുതരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ വി.ഡി. സതീശൻ നടത്തിയ ആരോപണങ്ങളോട് മന്ത്രി പി രാജീവ് പ്രതികരിച്ചിരുന്നു. വ്യവസായ നിക്ഷേപത്തിന് കേരളം മികച്ചതാണെന്നും കേരളീയരും കേരള വിരുദ്ധരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും മന്ത്രി മറുപടി നൽകിയിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷമാകാം, എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷം ആകരുതെന്നും പി രാജീവ് പറഞ്ഞിരുന്നു. കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും വ്യവസായ മന്ത്രി ആവശ്യപ്പെട്ടു.